from there. When you come out, you can return your helmet into the basket there. You can drop there. Right after that, you can use that way for exit. Okay, so now let's go to Anta. യെസ്, നമ്മൾ ഇവിടുത്തെ ഗൈഡിൻ്റെ കൂടെയാണ് പോകുന്നത്. ഗൈഡിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നുമില്ല. നമ്മളെടുക്കുന്ന ടിക്കറ്റ്സിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ കോമൺ ഗൈഡാണ് വരുന്നത്. ഗൈഡ് ഇല്ലാതെയും പോകാൻ കുഴപ്പമൊന്നുമില്ല. ആ സൈഡിൽ എലിഫൻറ്റ്സ് ഉണ്ട്. എലിഫൻറ്റ് റൈഡ് വേണമെങ്കിൽ നമുക്ക് ആ സൈഡിൽ പോവാം. നമുക്ക് എന്തായാലും ഒന്ന് ഈ ഒരു സാങ്ച്വറി ഓഫ് ട്രൂത്ത് കണ്ടിട്ട് വരാം, ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം. The sanctuary of truth. So at first we should to know this is not temple. No, this is not temple, no monastery, not for religion. This is just museum. Museum of their culture and art for future generation. And then construction started in 1981. So right now 42 years already, but not yet complete. Still construction. When they complete, no one know exactly about that because this is a wooden structure. After near the sea, that's why they should to take care and they should to repair it maybe all the time. After that, you can see here has different culture, different design. Also, you can see Indian culture, Chinese culture, Thai, Cambodian, and so on mixed together. Because the owner want to show traditional culture of Eastern countries, not only Thai culture. That's why you can see like that. And then this private project, private property. But this one is not for profit, not for business, like the heritage for future generation. After that, you can see here has not only about their culture and art, but also the truth of our life also. That's why you see this museum name is Sanctuary of Truth. Okay. അവർ പറയുന്നത് ഇത് റിലീജിയൻ കൾച്ചറിന് വേണ്ടി കിട്ടിയൊരു സംഭവമല്ല. ഇത് ശരിക്കും ഇന്ത്യൻ കൾച്ചർ, ജാപ്പനീസ്, ചൈനീസ് എല്ലാ ടെമ്പിൾ കൾച്ചറിനെയും മിക്സ് ചെയ്തിട്ട് അവർ കസ്റ്റം ബിൽഡായിട്ട് ചെയ്യുന്നൊരു ബിൽഡിങ്, അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണെന്നാണ് പറയുന്നത്. അല്ലാതെ പ്രാർത്ഥനയും കാര്യമുള്ള ഒരു ടെമ്പിളോ അങ്ങനത്തെ ഒരു സംഭവമല്ല. Ramayana story is originated from India and Sri Lanka, and then this story is a reflect to all society. All society has good and bad are mixed together. Finally, good can win to the evil, but then we should to wait the right time. No? So that's why they around the basis they carving about Ramayana story. Okay. So now let's go to the other side. ഈ ഒരു ഏരിയയിൽ രാമായണ സ്റ്റോറീസ് ആണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ശ്രീലങ്കൻ കൾച്ചർ ബേസ് ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള വുഡൻ സ്കൾപ്ചേഴ്സാണ് ഇവർ ഉണ്ടാക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ചൈനീസ്, ജാപ്പനീസ് അങ്ങനെയുള്ള കുറേ ബാക്കിയുള്ള കൺട്രീസിലെ കൾച്ചേഴ്സ് അവർ ഓരോ ക്രാഫ്റ്റിലും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ലിഫ്റ്റാണ്, വുഡൻ ലിഫ്റ്റാണ് കാണുന്നത്. അപ്പോൾ സ്റ്റാഫിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഇവിടെ പണി നടക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് മിക്ക ടൈം ഇവിടെ വർക്കായിരിക്കും. കാരണം സീയിൽ അടുത്തായതുകൊണ്ട് തന്നെ വുഡിന് അത്രയും ഡാമേജസ് വരും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഫുൾ റിപ്പയറിങ്ങും റീബിൽഡിങ് ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത് ഓരോ പീസും. അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ കണ്ടതുപോലെ ലൈവായിട്ട് തന്നെ ഒരു കാർപ്പൻറ്റർ ഏരിയ ഉണ്ട് ഡെയിലി വർക്കിന് വേണ്ടി. ഓരോ പോർഷൻസും അവിടെ ക്രെയിൻ വെച്ചിട്ട് വുഡൻ പീസസ് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമ്മളിനി ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ് ഗൈസ്. So these sea animals are represent for ourselves. Right now we are swimming against in the social truth and to go to inside the sanctuary to explore the truth of our life. Like who are we, where we from, how do we survive and so on. Okay, so now let's go to inside the sanctuary to explore the truth of our life together. Okay, so let's go up. അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഫുൾ സംഭവത്തിന് പണി നടക്കുകയാണ് ഇവിടെ. ഇത് ബേസിക്കലി ഒരു മ്യൂസിയമാണ്, ടെമ്പിളും സംഭവങ്ങളൊന്നും അല്ല, ജസ്റ്റ് ഒരു മ്യൂസിയമാണ്. കസ്റ്റം ബിൽഡായിട്ട് അവർ പല രാജ്യത്തെയും ട്രഡീഷണൽ സംഭവങ്ങൾ വെച്ച് ബിൽഡ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. നമുക്ക് ഇവിടുന്ന് സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ ഒരു ബുക്ക്ലെറ്റും കിട്ടും. നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറും.
ഗൈസ് ഇതാണ് ഫോർത്ത് ട്രൂത്ത് എന്ന് പറയുന്നത്. ഇതാണിപ്പോൾ അവിടെ ഓരോന്ന് പോയിന്റ് ചെയ്ത് കാണിച്ച സ്കൾപ്ചേഴ്സിൻ്റെ മീനിങ്ങുകൾ. ഇനി നമ്മൾ ഇവിടുത്തെ കിങ്ങിൻ്റെ സ്ഥലത്താണ് പോകുന്നത്. ഇതാണ് കിങ് രാമൻ. His Majesty Bhumibol the Great, former king of Thailand. He passed already less 6 years ago. Thai people say he never died in their heart. He never died. Because Thai people love too much to him. He sacrificed all his life to their people and he can take care to his people. He trying to know the real problem of their people after that he solve their problem. That's why he made so many projects, almost 5,000 projects for his people, for communication, transportation, education, for water, electricity, everything. After that he trying to organize to all religion in Thailand for peaceful society. Thailand is like the other countries, different race, different religion, different people live together. That's why he trying to organize to all religion in. ഗൈസ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പാരൻസ് ആയിരിക്കും. പാരൻസാണ് നമ്മുടെ ഫസ്റ്റ് ഫാമിലിയും ഫസ്റ്റ് ഗോഡ് എന്നും പറയുന്നത്. അതായത് ഫാദർ, മദർ. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ സെക്കൻഡ് ഫാമിലി. സെക്കൻഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫും കുട്ടികളും. അതാണ് സെക്കൻഡ് ഫാമിലി, നമുക്ക് ബിൽഡ് ചെയ്യുന്ന സെക്കൻഡ് ഫാമിലി. ഗോഡിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. പിന്നെ ഫൗണ്ടറിൻ്റെ ഫോട്ടോസ് രണ്ട് സൈഡിൽ, വൈഫും ഹസ്ബൻഡും. അതാണ് ലേക്ക് ബീര്യബാൻ എന്ന് പറയുന്ന പുള്ളിക്കാരനും അത് പ്രപാൽ ബീര്യബാനും. ഇവരാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ മനുഷ്യത്വത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല ഇത് എല്ലാ ദിവസവും ഇത് ഇങ്ങനെ സ്ട്രക്ചർ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ പോർഷൻസ്. കാരണം ഇതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താലേ ഇത് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഭാവിയിലത്തേക്കുള്ളൊരു ഹെറിറ്റേജാണ്. കാരണം പുതിയ തലമുറകൾക്ക് ഇതിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. സോ ഗായ്സ്, ഇതാണ് സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അത് വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ കിട്ടുന്നതായിരിക്കും. ഞാൻ മാക്സിമം ഈ വീഡിയോ ഷോർട്ട് ആക്കുന്നതായിരിക്കും. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഏകദേശം ഒരു 30-35 മിനിറ്റ് ഗൈഡ് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മേ ബി അത് വീഡിയോയിൽ ഫുള്ള് കാണിച്ചാൽ ചിലപ്പോൾ ബോറാവുമായിരിക്കും. എങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിക്കിപീഡിയയുടെ ലിങ്ക് ഇടുന്നതായിരിക്കും. പറ്റുന്നതിൻ്റെ അത്രയും ബോറടിക്കാതെ മാക്സിമം ഈ വീഡിയോ ഇടുന്നതുമായിരിക്കും. സോ നിങ്ങൾ പട്ടായയിൽ വരുമ്പോൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ഈ ഒരു സ്കൾപ്ചർ നിങ്ങൾ ഇവിടെ വന്ന് കാണാൻ തന്നെ ചെയ്യണം. ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ഇതിൻ്റെ ഓരോ പോർഷൻസ് അവർ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വുഡിൽ തന്നെയാണ് ഫുൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ നല്ലൊരു കിട്ടില്ല ഒരു സ്ഥലമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഓക്കെ, നമുക്കിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നൈറ്റ് മാർക്കറ്റ് വന്നായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്യുന്ന ടൈം എൻ്റെ ക്യാമറയുടെ മൈക്ക് ഓഫായിരുന്നു. സോ ഞാനിപ്പോൾ വോയിസ് ഓവറാണ് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ട്രീറ്റിലോട്ടാണ് വന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ചക്കപ്പഴമുണ്ട്. അതിൽ സ്റ്റിക്കി റൈസ്, മാംഗോ ഫ്ലേവറും നോർമൽ ഫ്ലേവറുള്ള സ്റ്റിക്കി റൈസൊക്കെ വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ബേബി വെജിറ്റബിൾസ്, അതൊന്നും ഒറിജിനലല്ല, വെജിറ്റബിൾസ് ഡ്യൂപ്ലിക്കേറ്റാണ് അവരെ കാണിച്ചത്. പിന്നെ ഇതെന്തോ ഒരു സ്റ്റിക്കി റൈസിൻ്റെ ഒരു ഫ്ലേവറിങ്ങിൽ വരുന്ന ഒരു സംഭവമാണ്. 10 ബാത്താണ് വരുന്നത്. സ്റ്റിക്കി റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പ്ലെയിനിൻ്റെ ഒരു സ്ട്രക്ചർ ഇട്ടിട്ടുണ്ട്. സോ അതും ഒരു ഹോട്ടൽ പോലെയാണ്, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തക്കാരം പോലെ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെ ഇവിടെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. നല്ല നല്ല ഷോപ്പിങ്ങിനുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളും ഉണ്ട്.
പിന്നെ അതായത് പോർക്കിൻ്റെ ഒരു കടയാണ്. ഇവിടെ പോർക്ക് ഐറ്റംസ് ആണ് കൂടുതൽ കിട്ടുന്നത്. ഈ കാണുന്നത് പോർക്കിൻ്റെ റിബ്സ് ആണ്. ഇത് ഏകദേശം 260 ബാത്തൊക്കെയാണ് വരുന്നത്. ഇത് ചിക്കൻ്റെ ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ തന്നെ ബിയറെല്ലാം വിൽക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാർക്ക് നൈറ്റ് വന്നിരുന്ന് ഓപ്പൺ സ്പേസിലിരുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെ ഫുൾ ജ്യൂസിൻ്റെ സെക്ഷൻസ് ആണ്, ഫ്രഷ് ജ്യൂസ്. തായ്ലാൻഡിലെ ഫ്രൂട്ട്സ് ഭയങ്കര നീറ്റാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. സോ അവരുടെ ജ്യൂസ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇവിടെ ഒരു സൺഗ്ലാസ് വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ കാണുന്ന എല്ലാം ഫുഡ് ഐറ്റംസ് ആണ്, ഫിഷിൻ്റെ ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ ജ്യൂസ് ഐറ്റംസ്, ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. ഇതെന്താണ്? ഇത് പോർക്ക്. ഇതും പോർക്കാണ്, മിൽക്ക് പോർക്ക് എന്നാണ് പേര്. ഇനി നമുക്ക് ഇവിടെ ചേട്ടനും ചേച്ചിയും കൂടെ സ്റ്റിക്കി റൈസ് ആ ചക്കപ്പഴത്തിൻ്റെ അതൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു. ആ ഷോപ്പിലെ ആൾക്കാർ അവർ ഭയങ്കര കമ്പനിയാണ്. അവർ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അവർക്ക് അവരുടെ ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തു. സ്റ്റിക്കി റൈസ് കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു സ്വീറ്റ് ഫ്ലേവർ ആയിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ കഴിച്ചില്ല, എനിക്ക് ചക്കപ്പഴം അധികം താല്പര്യമില്ലാത്തത് ഞാൻ കഴിച്ചില്ല. ബട്ട് കഴിച്ചെടുത്തോളം ചേച്ചി കൊള്ളാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ വേറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുകയായിരുന്നു. നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ചെറിയ ഡ്രസ്സ് കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു മാർക്കറ്റിൻ്റെ അകത്തില്ല. ഈ കാണുന്ന ഒരു സലൂണാണ്, ഹെയർ കട്ടിങ്ങിനൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സലൂണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് വന്ന് പോയി നോക്കുന്നത് ഇവിടെ നേരത്തേക്ക് നല്ല റഷ്, ഇപ്പം ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തായ്ലാൻഡിൽ ഒത്തിരി നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും നൈറ്റ് മാർക്കറ്റ്സ് ആണ് കൊണ്ടുവരേണ്ടത്, അല്ലാതെ നൈറ്റ് ലൈഫല്ല. ഇതുപോലെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കൊണ്ടുവരുമായിരിക്കും, അറിഞ്ഞില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് നമ്മുടെ കരിക്കിൻ്റെ ഒരു ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. 40 ബാത്താണ്, ഏകദേശം 40 ബാത്താണ് റേറ്റ്. നമ്മുടെ നാട്ടിൽ ഏകദേശം 88 രൂപ അടുപ്പിച്ചൊക്കെ വരും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബട്ട് ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ കഴിച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ ഐസ്ക്രീം ഒരു സ്പെഷ്യൽ സംഭവം. നമ്മൾ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പം ഇവിടെ ഫുൾ സീ ഫുഡ് ഐറ്റംസ് ആണ്. സീ ഫുഡ് സലാഡ്, പ്രോൺസ്, സ്ക്വിഡ്, അതെല്ലാം ആയിട്ട് സലാഡ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലും സീ ഫുഡ് ഇവിടെ കിട്ടും. ഇത് പിന്നെ അറിയാലോ, വിട്ടില്, തവള, അങ്ങനെ കുറേ പുഴു, അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ നാട്ടിൽ അത് കോമൺ ആണ്, നല്ല ഫുഡാണെന്നാണ് അവർ പറയുന്നത്. എല്ലാ ടൈപ്പും ഉണ്ട്. നമ്മുടെ ഗ്രാസ് ഹോപ്പർ, പിന്നെ പുഴു, അങ്ങനെയുള്ള സംഭവം. തേളിന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തവള, അങ്ങനെ ഒത്തിരി സാധനത്തിന് അവരിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിന് 20 ബാത്താണ് വരുന്നത്. നമ്മളവരെ നാട്ടിൽ ചെന്ന് കളിയാക്കുമായിരിക്കും, ബട്ട് അവർക്കത് നല്ലൊരു ഫുഡാണെന്നാണ് അവർ പറയുന്നത്. ചില സ്ഥലത്തൊന്നും അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അവരെ കളിയാക്കുന്നുള്ള രീതിയുള്ളതുകൊണ്ട്. ബട്ട് ഇവിടെ അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. ചില മാർക്കറ്റിലുള്ള അങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഫ്രഷ് ജ്യൂസ് അവർ വെച്ചിട്ടുണ്ട്. തായ്ലാൻഡിലെ ജ്യൂസൊക്കെ ധൈര്യമായിട്ട് കുടിക്കുക, നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല കിടിലൻ ജ്യൂസ്. കുറച്ച് റോൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇലക്ട്രിക് സിഗരറ്റ്സ് ആണ്. ഇത് സ്ക്വിഡ്, ബേബി ഒക്ടോപ്പസ് ഒക്കെയാണ്. പിന്നെ അതെല്ലാം ഗ്രില്ല് ചെയ്ത് അവർ തരും. നമുക്ക് ഏതൊക്കെ വേണം അതെല്ലാം ഗ്രില്ല് ചെയ്ത് അവർ തരും. നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോൾ അവിടെ ഒരു മിനി ബാർ പോലത്തെ ഒരു വാൻ കാണും. ഇത് ചിക്കനാണ്. ചിക്കൻ അവർ ലൈവായിട്ട് ഗ്രില്ല് ചെയ്ത് തരും. എല്ലാം നമുക്ക് അഫോർഡബിൾ റേറ്റിനാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര റേറ്റ് പോലും ആവാറില്ല. പിന്നെ നമ്മളിതാ ഈ ഒരു സൈഡിൽ വരുമ്പോഴും ഇവിടെ എല്ലാം കടകളാണ്, ഫുൾ കടകൾ തന്നെ. നൈറ്റ് മാർക്കറ്റിൽ ഏകദേശം ഒരു 30 കടയ്ക്ക് മുകളിൽ എന്തായാലും ഉണ്ടാവും. ഇവിടെ കോൾഡ് കോഫി, അങ്ങനെയുള്ള ഐറ്റംസ്. വീണ്ടും സീ ഫുഡ് ഐറ്റംസ്. സീ ഫുഡിന് ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. അത് പ്രോൺസ് ഒക്കെയാണ്. സാൽമൺ, ഫിഷ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വളരെ നീറ്റായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. ഒരു ഈച്ചയോ കൊതുകോ ഒന്നുമില്ല. വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ടാറ്റയാക്കി പറഞ്ഞു. പിന്നെ ഇവിടെ ഇത് ചിക്കൻ്റെ ഐറ്റംസ് ആണ്. ചിക്കനും പോർക്ക്, അങ്ങനെയുള്ളത്. ഫിഷും ഉണ്ട്. എല്ലാ കടയിലും മോസ്റ്റ്ലി മിക്സഡ് ഐറ്റംസ് കാണും. ഇപ്പം നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ അപ്പുറത്ത് പോയാൽ അവിടെയും കിട്ടും നമുക്ക് ആവശ്യമുള്ള സാധനം. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ മാംഗോ നോക്കിയാണ്, ഒരു പാട് പോലും ഇല്ലാത്ത നല്ല ക്ലീൻ മാംഗോ. അതവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 100 ബാത്താണ്, 80 ബാത്ത്.
കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത സൈഡിൽ പോകുമ്പം അവിടെയും കുറേ ഫ്രൂട്ട് ഷോപ്പുകളാണ് കൂടുതൽ. ലൈവായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ജ്യൂസൊക്കെ ഉണ്ടാക്കി തരും. ഇതൊക്കെ പ്രിപ്പയർഡ് ജ്യൂസാണ്, പ്രിസർവേറ്റീവ്സ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇവിടെയും സലാഡ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്. അങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട്. ബേബി ഒക്ടോപ്പസ് ആണിത്. ഫിഷൊക്കെ ധൈര്യമായിട്ട് കഴിക്കാം സ്ട്രീറ്റ് ഫുഡിന് കൊടുക്കുന്നത്. അത്രയും നീറ്റായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. ഗൈസ്, നമ്മളങ്ങനെ അടുത്തൊരു നൈറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബോഡി ടു ബോഡി മസാജ് പാർലർ അതിൻ്റെ ഇടയിൽ കണ്ടു. ഇവിടെ മറ്റൊരു നൈറ്റ് മാർക്കറ്റാണ് കാണുന്നത്. ഫുഡ് ഐറ്റംസ് ഉള്ളൊരു നൈറ്റ് മാർക്കറ്റാണെന്ന് തോന്നുന്നില്ല, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള നൈറ്റ് മാർക്കറ്റാണെന്നാണ് തോന്നുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ കൂടുതൽ സ്റ്റോൾസ് ആയിരിക്കും സാധനങ്ങൾ മേടിക്കുന്നത്. ഇവിടെ ജ്വല്ലറി ആയിട്ട്. ഗൈസ്, നൈറ്റ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വേണം. ഇങ്ങനെ എന്തെങ്കിലും ഫുഡ് സ്റ്റോൾസ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത് വന്നടിയാണ് നടക്കുന്നത്. സോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം, ഇങ്ങനത്തെ നൈറ്റ് മാർക്കറ്റ് വേണോ അതോ ഇപ്പോൾ ഉള്ള പോലെ നൈറ്റ് ലൈഫിൻ്റെത് മതിയോ എന്നൊക്കെ. ഇവിടെ ഒത്തിരി ഷോപ്പുകളുണ്ട്. ഇങ്ങനെ ഇത് ലേഡീസിൻ്റെ നെയിൽസൊക്കെ വെക്കുന്നതാണ് തോന്നുന്നു. രാത്രി ആൾക്കാർ വന്നിരുന്ന അവിടെ അതൊക്കെ ചെയ്യുന്നുണ്ട്, ആണ് മറ്റൊരു പ്രത്യേകത. ഇവിടെ വേറെ സോവിനിയേഴ്സ് കിട്ടുന്ന ഷോപ്പുകളാണ്, ലൈറ്റർ അങ്ങനെയുള്ള ഐറ്റംസ്, കുഞ്ഞു ഐറ്റംസാണ് ഈ ഒരു നൈറ്റ് മാർക്കറ്റ് കിട്ടുന്നത്. ഇതെല്ലാം തായ്ലാൻഡിൻ്റെ സോവിനിയേഴ്സാണ്. ഇവിടെ പിന്നെ തായ്ലാൻഡിൻ്റെ വീശറി, പിന്നെ ആനകളുടെ കുഞ്ഞു കീ ചെയിൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. ഇതെല്ലാം നമുക്ക് 4 എണ്ണം 100 ബാത്ത്, അതായത് 200 രൂപ, നമ്മുടെ ഇന്ത്യൻ കറൻസി 210 രൂപയൊക്കെ വരത്തുള്ളൂ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ സെയിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും.